നല്ല സ്ഥലത്തിലേക്കാണ് പോകുന്നത്. നല്ലൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നടന്ന ഒരു സംഭവമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ ഈ നാടുകളിൽ ആ ആണ് പെണ്ണിനുള്ള വ്യത്യാസം പോയി എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ പറയാനുള്ള വിഷയം എന്താന്ന് വെച്ചാല്, ഈ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ്? ആണും പെണ്ണുമായിട്ടല്ലേ. പക്ഷെ ഇപ്പോഴത്തെ സമാനം എങ്ങനെയാന്ന് വെച്ചാല്, പെണ്ണ് പെണ്ണിനെ ആഗ്രഹിക്കുന്നതും അതേപോലെ ആണ് ആണിനെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ ഈ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന, അതേപോലെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ അതിലേക്കൊക്കെ കടന്നുപോയ ഒരു 2 സ്ത്രീകളുണ്ട്. ഒരു 2 പെൺകുട്ടികളുണ്ട്. അവരാണ് ഏറ്റവും വലിയ തെളിവ്. അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത്. ഈ ലോകം തന്നെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ഏഹ്, ഇത്തരത്തിലുള്ള സംഭവം നടത്തുന്നവർക്കുള്ള ഇസ്ലാമികപരമായിട്ടുള്ള വിധിയും അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള ചുറ്റുപാടും എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഓർമ്മപ്പെടുത്താനും അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടുമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്താണ് എനിക്ക് ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്താണ് ഇതിൻ്റെ ശരിക്കുമുള്ള നിലപാട്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഏകദേശം കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്. ആയതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. നമുക്ക് അതൊന്ന് കേട്ടിരിക്കാം. കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ന്യായീകരിക്കുകയോ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ മാതാപിതാക്കളെ വിട്ടെറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഇവർ മാത്രമല്ല, ഇത്തരത്തിലുള്ള പല ആൾക്കാരും നമ്മുടെ ഈ ഒരു കേരള ഭാഗത്തിലും അതേപോലെ പല രാഷ്ട്രങ്ങളിലും പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആണും ആണുമായിട്ട് കല്യാണം കഴിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ ആണ് പെണ്ണായി മാറിയിട്ട് ഒരാണിനെ കല്യാണം കഴിക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല പല രീതിയിലുള്ള കോപ്രായങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അള്ളാഹു നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, നിങ്ങളിവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മുടെ ബോഡി നമ്മുടെ ഹക്ക് എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് ഒരു അർഹതയുമില്ല. ഈ ബോഡി എന്നുള്ളത്, നമ്മുടെ ഈ ഒരു ശരീരം എന്നുള്ളത്, അത് അള്ളാഹുവിനിക്ക് ഉള്ളതാണ്. മറ്റേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ മാതാപിതാക്കളെ വിട്ടെറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമായതുകൊണ്ട് ഇവർ ഈ പോകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അവർ ഈ വീട് വിട്ടു പോകുന്ന സമയത്ത് ആ ഉമ്മയും ഉപ്പയും കരച്ചിലും അതേപോലെ അവർക്ക് എപ്പോൾ നോക്കിയാലും ഒരു റിമാർക്കായിരിക്കും. അവരുടെ മനസ്സിൽ എപ്പോഴും എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ടായിരിക്കും അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ മാതാപിതാക്കളെ വിഷമിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി കഴിയുകയില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്, അല്ലേ? ഉമ്മാൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലാണ് സ്വർഗം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെറുതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഉമ്മാൻ്റെ വായിൽ നിന്ന് എന്നുള്ളൊരു വാക്ക് പോലും വരാൻ പാടില്ല എന്നാണ്. അത്തരത്തിലും നമ്മൾ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ വിട്ടെറിഞ്ഞുകൊണ്ട് അന്യമതസ്ഥരെ കല്യാണം കഴിക്കുക, അതേപോലെ ഓടിപ്പോയി കല്യാണം കഴിക്കുക, മാത്രമല്ല ഇത്തരത്തിലുള്ള ജെൻഡർ ചേഞ്ച് ചെയ്തുകൊണ്ട് അതേപോലെ ട്രാൻസ്ജെൻഡർ ആയിക്കൊണ്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കളുടെ വില എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് ഒരു കഥ പറഞ്ഞു തരാം. ഇത് പറഞ്ഞാൽ കൂടുതലായി പോകും. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് നിങ്ങളെല്ലാവരും കേട്ട ഒരു സ്റ്റോറി ആയിരിക്കും. അതായത് ഈ ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ഒരു സ്പീച്ച് മുഖേനയാണ് എനിക്കിത് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ ഫളിൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അത് തൻ്റെ കൂട്ടുകാരൊക്കെ കഅബാൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഈ ഫളിൽ തൻ്റെ വീട്ടിലേക്ക്, ചുരുക്കി പറയുകയാണ്, ഫളിൽ തൻ്റെ വീട്ടിലേക്ക് വന്ന് ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു ഇപ്പോൾ പോകേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഫളിൽ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എൻ്റെ ഉമ്മ ഇപ്പോൾ വിടുന്നില്ല എന്ന്. അപ്പോൾ അവരൊക്കെ കളിയാക്കി എന്നാണ്. അതായത് എന്ത് ഉമ്മയാടോ നിൻ്റെ ഉമ്മ, പോവാൻ പോലും വിടുന്നില്ലല്ലോ എന്നിങ്ങനെ കളിയാക്കി എന്നാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ആ മകൻ വീട്ടിലേക്ക് വരികയും ഉമ്മയുടെ പൊരുത്തമില്ലാതെ ബാഗൊക്കെ റെഡിയാക്കിയിട്ട് ആ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ പോവുകയാണ്. നല്ല സ്ഥലത്തിലേക്കാണ് പോകുന്നത്. നല്ലൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നടന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ,
അവിടുത്തെ രാജാവുണ്ടല്ലോ, ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു മനുഷ്യന്, ഒരു കള്ളന് അവിടുന്ന് എന്തോ ആഭരണങ്ങൾ എന്തോ മോഷ്ടിച്ച് ഓടിപ്പോയി. അവനെ ഓടിച്ചുകൊണ്ട് സൈനികന്മാർ അവൻ്റെ പിന്നാലെ വരികയാണ്. അവനാണെങ്കിലോ പള്ളിയുടെ ഭാഗത്തേക്കാണ് പോയത്. ഈ ഫضൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മനസ്സിന് സമാധാനം കിട്ടാതെ പള്ളിയിലേക്ക് നിസ്കരിക്കാനും പോയിട്ടുണ്ട്. ഇപ്പോൾ ആ കള്ളൻ ഇരിക്കുന്നത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. ഈ ഫضൽ എന്ന ചെറുപ്പക്കാരൻ അവിടെ നിസ്കരിച്ചു കൊണ്ടും ഇരിക്കുകയാണ്. കള്ളനാണെങ്കിലോ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ സൈനികന്മാർക്ക് കിട്ടിയത് ഈ ഫضൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെയായിരുന്നു. അവനെ അടിച്ചമർത്തുകയും അവന് കള്ളൻ എന്ന് വിളിക്കുകയും അവനവിടുന്ന് വിളിച്ച് കൂകി പറയുന്നുണ്ട്, ഞാൻ കള്ളനല്ല എന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ കേൾക്കുന്നില്ല. ഇവന് ഫضലിനെ തന്നെ പിടിച്ചോണ്ട് പോവുകയാണ്. തല്ലിക്കൊണ്ട് രാജാവിൻ്റെ മുന്നിലേക്ക് ഇടുമ്പോൾ രാജാവ് അവിടെ നിന്ന് ആജ്ഞ കൊടുക്കുകയാണ്. അവൻ്റെ അവയവങ്ങളെ വെട്ടിയെടുക്കണം, കണ്ണിനെ കുത്തു പൊട്ടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആജ്ഞ പ്രകാരം ആ സൈനികന്മാർ അവൻ്റെ കണ്ണിനെയും കയ്യിനെയും കാലിനെയും ഒക്കെ വെട്ടിയെടുക്കുകയാണ്. ചോര ഒലിച്ചുകൊണ്ട് അങ്ങനെ നടുറോഡിലൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ യാത്രക്കാരായ ആൾക്കാരോട് ഇവന് പറയുന്നുണ്ട്, എന്നെ ഒന്ന് വീട്ടിലേക്ക് എത്തിച്ചു തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് അവിടുന്ന് ആ യാത്രികർ അവനെ തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പറഞ്ഞത് കേട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുകയാണ്. വീട്ടിലേക്ക് ചെന്ന് വാതിൽ മുട്ടുന്ന സമയത്താണ് അവിടുന്ന് പൊന്നുമ്മ പുറത്തേക്ക് വരുന്നതും ഈ ഫضലിനെ കണ്ട് ഇതാരാണെന്ന് പോലും മനസ്സിലാകാത്ത ആ ഒരു രൂപത്തിലായിരുന്നു ഫضൽ ഉണ്ടായിരുന്നത്. ഉമ്മക്ക് ആ ഫضലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് മനസ്സിലായത് ഇതെൻ്റെ പൊന്നുമകൻ ഫضലായിരുന്നു എന്ന്. ഈ കരച്ചിൽ കരഞ്ഞ് അവൻ അവിടുന്ന് പറയുകയാണ്, എൻ്റെ ഉമ്മ എനിക്ക് നീ പുറത്തു തരണേ ഉമ്മ എന്നിങ്ങനെ കരഞ്ഞ ഉടനെയാണ് അവിടുന്ന് ഉമ്മ പുറത്തു കൊടുക്കുന്നതും ആ ഫضല് മരണപ്പെട്ടു പോകുന്നതും. ഇതാണ് നമുക്ക് പൊരുത്തമില്ലാതെ പോയാൽ സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനുശേഷം മുഴുവനായിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം. ജസ്റ്റ് അവിടുന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്തെടുക്കാവുന്നതാണ്, മുഴുവനായിട്ടും കണ്ടു തീർക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കുവാനും അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരാതെ നോക്കുവാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉസ്താദിന്റെ വയലൊന്ന് കേട്ട് നോക്കിയേ. സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ചില മാഞ്ഞാളുണ്ട് പോകും. സർവതന്ത്ര സ്വാതന്ത്ര്യം അതേക്കുറിച്ചാണ് നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയൽ. വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രായോഗികമേ അല്ല. കുറെ ആളുകളൊക്കെ അങ്ങനെയാണ്, മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ അധികാരം. നിങ്ങളുടെ തിരുവനന്തപുരത്താണ് 2 ആഴ്ച മുമ്പ് LGBT-ക്കാരുടെ പ്രൈഡ് പരേഡ് നടന്നത്. അവരുടെ അഭിമാന യാത്ര പരമാവധി വൃത്തികേടുകൾ കാണിച്ച് നഗ്നത പുറത്താക്കി പെണ്ണും ആണും ആൺകോലവും പെൺകോലവും കെട്ടിയവരും ട്രാൻസ് വുമണും ട്രാൻസ്മാനും ഒക്കെ പാടെ ചേർന്നിട്ട് ആഘോഷ റാലി. അതിന്റെ അവസാനം അവരുടെ റെയിൻബോയുടെ കടലുള്ള അവരുടെ മഴവില്ലിന്റെ കളറുള്ള പതാകയും പിടിച്ചിട്ട് അവർ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, എന്റെ ശരീരം എന്റെ അധികാരം, എന്റെ ശരീരം എന്റെ അധികാരം. ഞാൻ വേണ്ട വിധം എന്റെ ശരീരം കൈകാര്യം ചെയ്യും. എനിക്ക് ലൈംഗികമായി ലഭ്യമായ ഓർഗനുകൾ ഞാൻ വെട്ടിമുറിക്കും. ആണായി പറന്ന ഞാൻ പെണ്ണായി മാറും, പെണ്ണായി പറന്ന ഞാൻ ആണായി മാറും. ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ആണിനെ കെട്ടി ജീവിക്കും, ഒരു പെണ്ണിന് അവൾക്ക് പറ്റുമെങ്കിൽ പെണ്ണിനെ കെട്ടി ജീവിക്കും. നിങ്ങളെ ഈ തെക്ക് ഭാഗത്താണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നാക്കി കൊടുത്തിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുള്ളത്. അവരുടെ പേരൊക്കെ എന്റെ മനസ്സിലുണ്ട്, തൽക്കാലം ഞാനത് പറയുന്നില്ല. സൗദിയിലായിരുന്നു അവർ +1ഉം +2ഉം പഠിച്ചത്. അന്ന് അവർ രണ്ടുപേരും പ്രണയത്തിലായി. അവർ രണ്ടുപേരും കപ്പിളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു, ലെസ്ബിയൻ കപ്പിൾസ്. ഏറ്റവും ഫേമസ് ആണ് അവരത്രേ. അവരെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി വ്ളോഗർമാരിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോയിന്റ്മെന്റിന് വേണ്ടി. എന്നിട്ട് അവരിങ്ങനെ ഇന്റർവ്യൂവറുടെ മുമ്പിൽ വന്നൊരു ചെറിയ സ്കേർട്ട് വിട്ട് കാലുമ കയറ്റി വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവിന്റെയും മാതാവിന്റെയും കുറ്റവും കുറവുകളും. എത്രമേൽ സങ്കടം ഉണ്ടാവും, എത്ര കഷ്ടപ്പെട്ടായിരിക്കും മാതാപിതാക്കൾ അവരെ നോവറിയാതെ ഒരുവിധ പ്രയാസം അറിയാതെ വളർത്തിക്കൊണ്ടുവന്നത്. അവസാനം വെച്ചിട്ട് വ്ളോഗറെ കാണുമ്പോൾ മാതാപിതാക്കളുടെ വളരെ മാരകമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. വാ തുറന്ന മാതാപിതാക്കളെ കുറ്റം പറയുന്നു. എന്താ പ്രശ്നം? പ്രസവിച്ചാ പോരാ, സ്വാതന്ത്ര്യം തരണം എന്നാണ് അവർ പറയുന്നത്. ആർക്കാണ് 100% സ്വാതന്ത്ര്യമുള്ളത്? സൗദിയിലാണ് ഇവർ ജീവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക. 6 വയസ്സിലും 7 വയസ്സിലും 10 വയസ്സിലും ഒക്കെ ഉമ്മയുടെയും വാപ്പയുടെയും കൈപിടിച്ചുകൊണ്ട് അവർ സൗദിയിലെ ഒരു പറക്കും വാഹനങ്ങളുള്ള എക്സ്പ്രസ് ഹൈവേയുടെ പരിസരത്തൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിക്കുണ്ടാവുന്ന കുസൃതിയുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെയും കൈയൊക്കെ വിടുവിച്ചിട്ട് ഓടണമെന്ന്, ആ റോഡ് മുറിച്ചു കിടക്കണമെന്ന്. അങ്ങനെ എങ്ങാനും ഇവർ കൊതറാൻ ശ്രമിക്കുമ്പോൾ കുതറിയിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ആ റോഡ് എക്സ്പ്രസ് വേ മുറിച്ചു കിടക്കണമെന്ന് അവർ വിചാരിക്കുമ്പോൾ ആ മാതാവോ പിതാവോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.